ഓം ശാന്തി. നമ്മളെല്ലാവരും ഭക്തിയിൽ പറയാറുണ്ട്, എനിക്ക് ഭഗവാനിൽ ഭയങ്കര വിശ്വാസമാണ്, എനിക്ക് ഭഗവാനോട് ഭയങ്കര സ്നേഹമാണ്. പക്ഷെ ആ സ്നേഹത്തിന്റെ പ്രകടനത്തിനായിട്ട് അവര് എന്തെല്ലാം പൂജകളും വഴിപാടുകളും ആരാധനകളൊക്കെ ചെയ്യുന്നു. എന്നിട്ടും പറയുന്നു നമുക്കൊരു മേൽഗതി ഉണ്ടാകുന്നില്ല, ഇതൊക്കെ ചെയ്തിട്ടും ഭഗവാൻ ഞങ്ങളുടെ വിളി കേൾക്കുന്നില്ല എന്നൊക്കെ. എന്നാൽ വാസ്തവത്തിൽ നമുക്കൊരാളോട് സ്നേഹമുണ്ടെങ്കിൽ, ഒരാളോട് റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ, അദ്ദേഹത്തെ നമ്മൾ മാനിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അടയാളം എന്താണ്? അവരെന്താണോ പറയുന്നത് അതനുസരിക്കുമ്പോഴാണ്. സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും പരിഗണനയുടെയും ആധാരമെന്ന് പറയുന്നത് അനുസരണയാണ്. അനുസരണ ഇല്ലാത്തടുത്ത് ഞാൻ അവരെ സ്നേഹിക്കുന്നു, ഒരർത്ഥവും ഇല്ല. ഇത് ഭയങ്കര റെസ്പെക്റ്റ് ആണ്, ഒരു മീനിങ്ങും ഇല്ല അതിനകത്ത്. അതേപോലെ ഭഗവാനോട് നമുക്ക് റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ, ഭഗവാനോടുള്ള നമ്മുടെ സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ, ഭഗവാനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിഗണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭഗവാന്റെ ശ്രീമത്ത് എന്താണോ അത് പാലിക്കുക. ഭഗവാൻ എന്താണോ പറയുന്നത് അതനുസരിക്കുക. ആ ഭഗവാന്റെ ശ്രീമത്ത് അനുസരിക്കുക അല്ലെങ്കിൽ അത് പാലിക്കുക എന്നത് തന്നെയാണ് നമ്മൾ ഭഗവാനോട് കാണിക്കുന്ന ഏറ്റവും വലിയ സ്നേഹവും അതുപോലെ ആദരവും, മീൻസ് റെസ്പെക്റ്റ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഭഗവാനോട് പറഞ്ഞു, പതീത പാവന ഭഗവാനെ ഞങ്ങളെ പാവനമാക്കണേ, ദുഃഖത്തിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ, മോചിപ്പിക്കണേ. ഓക്കെ, ശരി. അപ്പൊ ഭഗവാൻ എന്ത് പറയുന്നു? പതീത അവസ്ഥയിൽ നിന്നും ആത്മാവ് പാവനമാകണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചു, അതിനുവേണ്ടി നിങ്ങൾ എന്നോട് ചോദിച്ചു. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ആഗ്രഹം ഞാൻ മനസ്സിലാക്കുന്നു, നിങ്ങളുടെ വിളി കേട്ട് ഞാൻ വന്നു, അപ്പൊ നിങ്ങളെ ഞാൻ അനുസരിക്കുന്നു. അപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ അതനുസരിക്കാൻ നിങ്ങളും ബാധ്യസ്ഥനല്ലേ? ആണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, പവിത്രമാകും. പവിത്രമാകുന്നതിലൂടെ മാത്രമേ പാവനത്വം കൈവരിക്കാൻ സാധിക്കൂ. മരുന്ന് കഴിച്ചാലേ രോഗം മാറും. പക്ഷെ രോഗി എന്ത് ചെയ്യണം? ആ മരുന്ന് കഴിക്കണം, ഡോക്ടർ പറയുന്ന പഥ്യം പാലിക്കണം. അതേപോലെ നമ്മൾക്ക് പാവനമാകണം, എല്ലാ ദുഃഖത്തിൽ നിന്നും മോചനം ലഭിക്കണമെങ്കിൽ അതിന് ഭഗവാൻ നൽകുന്ന മെഡിസിനാണ്, ഡയറക്ഷനാണ്, ആജ്ഞയാണ്. പവിത്രമാകൂ, യോഗിയാകൂ. ബി യോഗി ആൻഡ് ബി ഹോളി. ഇത് രണ്ടും ആകാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അങ്ങനെ യോഗിയാകുകയും പവിത്രമാവുകയും ചെയ്യുന്നതിലൂടെയാണ് ഈശ്വരനോടുള്ള യഥാർത്ഥ സ്നേഹം, യഥാർത്ഥ ബഹുമാനം, യഥാർത്ഥ പരിഗണന നമ്മൾ കാണിക്കേണ്ടത്. അതുകൊണ്ട് ഇന്നു മുതൽ ഭഗവാനോട് നമുക്ക് ശരിയായ സ്നേഹം നിലനിർത്താം. ഭഗവാന്റെ ആജ്ഞകൾ എന്താണോ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് ശ്രമിക്കാം. ഓം ശാന്തി.